ഏത് വിസയിൽ വന്നു കഴിഞ്ഞാലും ഇവിടെ പണിയെടുക്കാണ്ട് ജീവിക്കാൻ പറ്റില്ല, അതാണ് സത്യം. ഹായ്, എല്ലാവർക്കും നമസ്കാരം. എൻ്റെ വീഡിയോസൊക്കെ കണ്ടിട്ട് ഇടയ്ക്ക് അതിൽ വരുന്ന കമൻ്റാണ് ചേട്ടന് അയർലൻഡിൽ വന്നത് സാരി വിസയിലാണോ പാവാട വിസയിലാണോ ചോദിച്ചിട്ട്. അപ്പം അങ്ങനെ ചോദിക്കുന്നവരടുത്ത് എനിക്ക് ആദ്യമേ പറയാനുള്ളത്, ഏത് വിസയിൽ വന്നു കഴിഞ്ഞാലും ഇവിടെ പണിയെടുക്കാണ്ട് ജീവിക്കാൻ പറ്റില്ല, അതാണ് സത്യം. അപ്പോൾ ഇന്നത്തെ സബ്ജക്റ്റ് എന്ന് പറയുന്നത് അയർലൻഡിലെ സാരി വിസ അല്ലെങ്കിൽ പാവാട വിസ എന്ന് ചിലരിങ്ങനെ കളിയാക്കി വിളിക്കുന്ന വിസയെ കുറിച്ചാണ്. അയർലൻഡിൽ സാരി വിസ എത്രയും പെട്ടെന്ന് എങ്ങനെ കിട്ടാം എന്നുള്ളതാണ് ഇന്നത്തെ സബ്ജക്റ്റ്. അയർലൻഡിൽ സാരി വിസ എത്രയും പെട്ടെന്ന് കിട്ടാൻ വേണ്ടിയുള്ള കുറച്ച് ടിപ്സ് പറഞ്ഞുതരാം. നമുക്ക് അയർലൻഡിൽ സാരി വിസ കിട്ടണമെങ്കിൽ ആദ്യം വേണ്ടത് നേഴ്സിംഗ് അല്ലെങ്കിൽ IT ബാക്ക്ഗ്രൗണ്ടുള്ള ഒരു ഭാര്യയാണ്. എത്രയും പെട്ടെന്ന് വിസ കിട്ടുന്ന 2 കാറ്റഗറി എന്ന് പറയുന്നത് നേഴ്സിംഗ് അല്ലെങ്കിൽ ITക്കാർക്കാണ്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. അപ്പൊ നേഴ്സിംഗ് പഠിച്ച ഏതെങ്കിലും ഭാര്യമാര് നാട്ടിലുണ്ടെങ്കിൽ അവരെ കൊണ്ട് അയർലൻഡിലേക്ക് അല്ലെങ്കിൽ യൂറോപ്യൻ കൺട്രീസിലേക്ക് അപ്ലൈ ചെയ്യാം. എത്രയും പെട്ടെന്ന് വിസ കിട്ടും. അപ്പൊ ഞാൻ എൻ്റെ കാര്യം പറയാം. എൻ്റെ പ്രൊഫഷൻ അറിയാലോ, ഷെഫാണ്. ഷെഫന്മാർക്ക് യൂറോപ്പിൽ വരണമെങ്കിൽ കുറച്ച് പാടാണ്. അപ്പോൾ എന്നെ സംബന്ധിച്ച് ഈ ഒരു ഡിപ്പെൻഡ് വിസ കിട്ടിയോണ്ടാണ് സത്യം പറഞ്ഞാൽ എനിക്ക് അയർലൻഡിൽ വരാനും ഇവിടെ വർക്ക് ചെയ്യാനൊക്കെ പറ്റിയത്. അപ്പോൾ ആ സാരി വിസയിൽ അയർലൻഡിൽ വന്നു കഴിഞ്ഞാലുള്ള ഗുണങ്ങളും ദോഷങ്ങളും എന്താണെന്നുള്ളത് നമുക്ക് അടുത്ത വീഡിയോസിൽ പറയാം ഞാൻ. അപ്പോൾ സാരി വിസയെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഈ വീഡിയോയുടെ താഴെ കമൻ്റായിട്ട് അറിയിക്കൂ. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ബൈ ബൈ.